പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എക്സൽ മിനിസ്ട്രീസിന്റെ ദൈവേഡ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ദേവദാസന്മാരോടും ദൈവമക്കളോടും സൺഡേ സ്കൂൾ അധ്യാപകര് ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശങ്ങൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ വിഷൻ കാസ്റ്റ് 2026 എന്ന മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായി പ്രിയ ജോളി ജോർജ് ആന്റിയെ ക്ഷണിച്ചോളൂ. കർത്താവിന് മഹത്വം. നമുക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തേജവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരിക്കുന്നെങ്കിലും സ്വർഗത്തിലെ അപ്പ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ദൈവേഡിന്റെ കോട്ടയം ജില്ലയിലുള്ള പ്രോഗ്രാമിനെ കർത്താവെ, അത് തിരുമേനി ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ. കർത്താവെ, ബാലൻ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ എൻ്റെ വചനത്താൽ എന്നെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ ബാല്യകാലത്ത് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ സാവകാശത്തെ, ഈ സംരംഭത്തെ കർത്താവെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. അതിൻ്റെ പങ്കാളികളായി നിന്ന് പ്രവർത്തിപ്പാൻ ഒരുക്കിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേക അലിൻ സാറിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസൻ ദൈവം കൊടുത്ത നിയോഗത്തിനായി സ്തോത്രം. ഷാലോസിനായി സ്തോത്രം ചെയ്യുന്നു. സുജസിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയാലനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവെ, ദൈവമേ, അവരുടെ അധ്വാനത്തിനെല്ലാം 100 പേരെ പ്രതിഫലം നൽകി ദൈവം മാനിക്കണം. കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അതിനായി സജ്ജമാക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ചവരായി വരുന്നാളുകളിൽ ദൈവരാജ്യത്തിന് അവരുടെ മഹത്വമായി വളരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ഈ സംരംഭത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, രാത്രികാലം ഞങ്ങൾ എല്ലാവരെയും കർത്താവെ കൂടി വരുവാനുള്ളവരും തക്ക സമയത്ത് കടന്നു വരുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഓരോ പ്രോഗ്രാംസ് ഏറ്റിരിക്കുന്നവരെല്ലാം അത് ഭംഗിയായി ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവാൻ എല്ലാവരെയും കർത്താവ് സഹായിച്ചാട്ടെ. ഇന്നത്തെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ദൈവദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. കർത്താവെ, ആദ്യോടൊന്നും സാന്നിധ്യത്തിന് മറവിൽ മറയ്ക്കണം. മഹത്വത്തിനാക്കി സകലവും തീർക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് വർഷിപ്പിന് ലീഡ് ചെയ്യുന്നതിനായിട്ട് ഏബൽ എബ്രഹാമിനെ ക്ഷണിച്ചു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെയും അറിയിക്കുന്നു. അല്പസമയം ദൈവസന്നിധിയിൽ കടന്നു വരുവാനും സ്വർഗത്തിലെ അപ്പനെ അല്പസമയം ഉയർത്തുവാനും ദൈവം നമുക്കൊരിക്കൽ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യാം. അല്പസമയം നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. സ്നേഹമേ, യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ചേർന്നു പാടാം. ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു.
വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണു കണ്ടിടുന്നു, പുകഴുവാനൊന്നുമില്ലേ മഹത്വം എന്നേശുവിന്. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. യേശു എന്നിൽ വന്നതിനാ ഭയമില്ല എനിക്കു തരും, അഭിഷേകം തന്നതിനാ ജയത്തോടെ നടത്തിടുമേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. താങ്ക് യു. ഏബലിനോടുള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് വെൽക്കം അഡ്രസ്സിനായിട്ട് അലൻ അലക്സിനെ ക്ഷണിച്ചോളൂ. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം വിഷൻ 2026 കോട്ടയം ഡിസ്ട്രിക്റ്റിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് അധ്യക്ഷബലം ലീഡ് ചെയ്യുന്ന ഷാരറ്റ് ആൻറ്റി, തുടർന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ വർഷിപ്പ് ലീഡ് ചെയ്ത ഏബൽ, പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിനെ ബന്ധത്തിൽ നമ്മുടെ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന പല ദേവദാസന്മാര്, പ്രിയപ്പെട്ടവര്, സൺഡേ സ്കൂൾ അധ്യാപകര്, അങ്ങനെ പലരും ഇന്നത്തെ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നു. പലരും അസൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അസാന്നിധ്യത്തിലും അവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ ഒരു നേതൃത്വം നൽകുന്ന അനിൽ സാറിനെയും ഈ സമയത്ത് ഓർക്കുകയാണ്. സാറിനെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. താങ്ക് യു അലൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ചെയർമാൻ അഡ്രസ്സിംഗ് ആണ്. അതിനായിട്ട് സിസ്റ്റർ ജയന്തി ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ശബ്ദം കേൾക്കാവോ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ വീഡിയോ ഓഫ് ചെയ്തോളാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ
എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ജോബി കെസി സാറ്, അതുപോലെ തന്നെ നമ്മുടെ എക്സൽ മിനിസ്ട്രീസിന്റെ ഡയറക്ടർ ഫൗണ്ടർ ആയിരിക്കുന്ന അനിൽ സാറ് നമ്മുടെ മീറ്റിംഗിലുണ്ട്. പക്ഷെങ്കിൽ സാർ യാത്രയിലാണ്. അതുപോലെ തന്നെ അനു സിസ്റ്റർ, ശാല സിസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന ബാക്കി ജില്ലയുടെ എല്ലാം കോർഡിനേറ്റർ ആയിരിക്കുന്നവരുണ്ട്. സിസ്റ്ററിന്റെ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. സിസ്റ്റർ സുജ സിസ്റ്ററെ, വീഡിയോ ഓഫ് ചെയ്തിട്ട്. അതുപോലെ തന്നെ സൗദി സഹോദരന്മാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെയൊരു മീറ്റിംഗ് നമുക്ക് കൂടുവാൻ ദൈവം അവിടുന്ന് സഹായിച്ച ദൈവത്തിന്റെ വലിയ ചെയ്തു. ഇപ്പൊ കേക്കാവോ? കേക്കാം, പറഞ്ഞു. കേക്കാവോ? ഓക്കെ. വിഷൻ 2026 മീറ്റിംഗ്, ഡിസ്ട്രിക്ട് മീറ്റിംഗ് ഇതുവരെയും നമുക്ക് നടത്തിക്കൊണ്ട് വരുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചു. ഇന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെ മീറ്റിംഗ് നടത്തുവാൻ ദൈവം അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പേര് ആ കോട്ടയം ജില്ലയിൽ നിന്ന് കടന്നു വരുവാൻ ദൈവം അവിടുന്ന് ഓരോരുത്തരെയും അവിടുന്ന് സഹായിച്ചല്ലോ. പല തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും ഓരോരുത്തരും കടന്നു വരുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്തല്ലോ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവദിനത്തിൽ ഇങ്ങനെ പറയുന്നു, 119 സങ്കീർത്തനം അതിന്റെ 9 വാക്യം ഇങ്ങനെ പറയുന്നു, ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ആ മീറ്റിംഗ് നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ അനിൽ സാറിന്റെ ഒരു വിഷൻ ആയിരുന്നു. അത് നമ്മൾ ഓരോരുത്തരും അതിന്റെ ഒരു ആ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ അവിടുന്ന് ഓരോരുത്തരെയും ഒരുക്കുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അവിടുന്ന് കടന്നു വന്നിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾക്കറിയാം ഈ ലോകത്തിൽ വളരെയധികം കുഞ്ഞുങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതുപോലെ തന്നെ തെറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ വളരെയധികം ഭാരത്തോടും പ്രയാസത്തോടും മാതാപിതാക്കളൊക്കെ ആയിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ദൈവവചനം പഠിപ്പിച്ച് അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കട്ടെ. നമ്മൾ ഒന്നിച്ചു നിന്നാൽ അനേക കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരുക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നിലനിന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ആ ഒരു തലമുറയ്ക്ക് അവരൊരു മാതൃകയായി അല്ലെ ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരെയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ ഞാനും അതിലൊരു മെന്ററായിട്ട് ഇരിക്കുവാനും പിന്നെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുവാനൊക്കെയും ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ കുഞ്ഞും ഇതിന്റെ ഒരു ഭാഗമാകുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്തു. അത് എൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമാണ്. നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അനേക കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ദൈവവചനം പഠിപ്പിച്ച് ദൈവപാതയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ദൈവത്തിന്റെ ഒരു പട്ടാളക്കാരായി തീരേണ്ടതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം അതിനു വേണ്ടിയിട്ട് ഒരുക്കാം. അതുപോലെ ഒരു മെന്റർഷിപ്പിനും അതുപോലെ മീഡിയ ടീം അതുപോലെ പ്രെയർ ടീം ഒക്കെ നമ്മുടെ ഈ ഒരു സംരംഭത്തിന് ആവശ്യമായിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ കയറിയിരിക്കുന്ന എല്ലാവരെയും അതിനു വേണ്ടിയിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സുജാന്തി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്കൊരു ടെസ്റ്റിമണി കേൾക്കാം. അതിനായിട്ട് ഗിഫ്റ്റ് മോളേഷൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഗിഫ്റ്റി പി ചെഗി. കഴിഞ്ഞ സീസൺ 2 ദൈവേർഡ് എന്ന പ്രോജക്റ്റിലെ ശശികലാന്റി മെന്റർ ആയിരുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഈ പ്രോജക്റ്റിലോട്ട് എങ്ങനെ വന്നു. ഈ പ്രോജക്റ്റിലോട്ട് വന്ന് എനിക്ക് ഈ 150 വാക്യം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ ഡാഡി ഒരു പാസ്റ്ററാണ്. അപ്പം ചർച്ചിൽ ഇങ്ങനെ ഈ പ്രോഗ്രാമിനെ പറ്റി അനൗൺസ്മെന്റ് ചെയ്തു. അപ്പൊ ചർച്ചിലുള്ള എല്ലാ പിള്ളേരും ഇതിന് പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ മാറി മാറി നിന്നു. കാരണം എനിക്ക് പഠിക്കാനൊക്കെ ആഗ്രഹം, പക്ഷെ അത് 1-2 വാക്യമല്ലല്ലോ, ഇത് 150 വേർഡ്സ് ആയിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഇതായിരുന്നു, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ? കാരണം
ഞാൻ +1 ഇതെല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിൽ ഞാനത് കൊടുത്തില്ല. പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഡാഡി മമ്മി എന്നോട് റേസ് ചെയ്തു, ഇത് എന്തുകൊണ്ട് ചെയ്തില്ല, പേര് പറഞ്ഞപ്പോ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പറഞ്ഞു. നീ ദൈവവചനം ആദ്യം നീ കൈക്കൊണ്ടാ നീ നിന്റെ സ്കൂളിലും നീ നല്ലതാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്റെ അച്ചാച്ചനും ഡാഡി മമ്മിയൊക്കെ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇത് കൊടുക്കാനിടയായി തീർന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ പഠിക്കാം. പക്ഷെ 150 ബാക്കിയായോണ്ടായിരുന്നു ഞാനിങ്ങനെ മാറി നിന്നത്. അതുപോലെ തന്നെ ഇത് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം എനിക്ക് ഇത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഒന്നോ രണ്ടോ വാക്യം പഠിക്കുന്ന പോലെയല്ല ഈ 150 വാക്യം എല്ലാ ദിവസവും ഓരോ വാക്യം വെച്ച് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ദിവസവും വാക്യം പഠിക്കാനും കുഴപ്പമില്ല, പക്ഷെ 150 വാക്യം എങ്ങനെ ഇതാവുന്ന ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്താണ് മെൻഡർ ആന്റി, ശശികല ആന്റിയാണ് മെൻഡർ. എനിക്ക് അറിയത്തില്ല ആന്റി. ഞാൻ എപ്പോ വീക്ക് ആയാലും ആന്റിയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു ആന്റി. അപ്പൊ ഞാൻ വിചാരിക്കും, അയ്യോ ആന്റി എന്നെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെയാ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാവാൻ തുടങ്ങിയത്. ആന്റി എന്നോട് പറയും, നീ ഇത് പഠിച്ചാ നീ നിന്റെ ദൈവത്തിന് വേണ്ടി ആദ്യം കൊടുത്താൽ നീ ലെജൻഡ് ആവും, അങ്ങനെ തന്നെ നീ സ്കൂളിലും അത് ലെജൻഡ് ആവും എന്ന് എന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും എന്നെ പഠിക്കുക പഠിക്കുന്നു പറഞ്ഞ് എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു. അതുപോലെ മമ്മി ആയിക്കോട്ടെ ഡാഡി ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാവരും എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ ഇതിനെ സംബന്ധിച്ച് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് ഈ സമയത്ത് പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിൽ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഒരു ടൈം മാനേജ്മെന്റ് ഷെഡ്യൂൾ ഉണ്ടാക്കണം, നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഡയറിയിൽ എഴുതി ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അത് സബ്മിറ്റ് ചെയ്തു. അപ്പൊ അതിനകത്തെ ഒരു 7 മണി തൊട്ട് 7:40 വരെ ഞാൻ ടൈം കൊടുത്ത് ഈ ബൈബിൾ വേർഡ്സ് പഠിക്കുന്നതിന്റെ കാര്യത്തിന്റെ ഒരു ഷെഡ്യൂളിലായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കൂടിയിരുന്നപ്പോഴത്തേക്ക് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ടൈം മാനേജ്മെന്റ് നോക്കുന്ന ബുക്ക് എടുത്ത് നോക്കി. അപ്പൊ എന്റെ ഫ്രണ്ട് എടുത്ത് നോക്കി. അപ്പോഴത്തേക്ക് അവൾ എളുപ്പം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പറയും, ഇത്രയും മണിക്കൂർ എന്താ ഇങ്ങനെ ഇതിനകത്ത് വേർതിരിക്കുന്നേ, നിനക്ക് ആ സമയം കൂടെ ഇന്ന് പഠിക്കാവല്ലോ, ഒരു 5 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ഇതെന്താ ഇത്രയും മണിക്കൂർ ഇവിടെ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ പോയാൽ നീ ഫുൾ A1 നിനക്ക് കിട്ടത്തില്ല, 30% മണ്ടയ്ക്ക് നിനക്ക് മാർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് റേസായി, ആ സാരമില്ല ഞാനത് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ അങ്ങനെയാണോ, എനിക്ക് ഇങ്ങനെ മാറ്റി വെച്ചാൽ എനിക്ക് മാർക്ക് കിട്ടത്തില്ലേ, ഇങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ആ ടൈം മാനേജ്മെന്റ് ഞാൻ അതൊന്നും ചെയ്യാതെ ഞാൻ അന്ന് തൊട്ട് ഞാൻ അതേ വെച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് തുടങ്ങിയായിരുന്നു. ദൈവമേ ഇത് കാരണം ഒരിക്കലും എന്നെ നിന്നപാത്രമാക്കല്. ഞാൻ അന്ന് തൊട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഇതിനൊരു എവിഡന്റ് കൊടുക്കണം, പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാതെ തമ്മിലുള്ള വ്യത്യാസം എന്നെ കാണിച്ചു കൊടുക്കണം. ഞാൻ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് ഭയങ്കര എന്താ ഇത് അവരുടെ മുമ്പിൽ വലിയ മാർക്ക് മേടിക്കണമെന്നോ അങ്ങനത്തെ ഉള്ളതല്ല, എനിക്കൊന്ന് കാണിക്കണം, ഇത് ഇത്ര ബാക്കി പഠിച്ചതിനുള്ള ഗുണവും അല്ലെ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ആക്കിയുള്ള ഗുണം എന്നെ കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറെ കഴിഞ്ഞ് എക്സാം എഴുതിയിട്ട് എനിക്ക് ടഫായിരുന്നു എക്സാം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ കൈവിടരുത്, എനിക്കിത് കാണിച്ചു കൊടുക്കണം. എന്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പം എനിക്കിങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞു. 3-4-5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ടോട്ടൽ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കായിരുന്നു ഏറ്റവും നല്ല മാർക്ക് പെർസെന്റേജ് എനിക്ക് കിട്ടാൻ സാധിച്ചത്. അപ്പൊ ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞു, നീ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും കൂടെ ഒന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവള് അത് അതിശയിച്ചു. അപ്പോഴത്തേക്ക് എന്നോട് അവള് ചോദിക്കാൻ തുടങ്ങി, ഈ കാര്യം എങ്ങനെയാ, ഇതിലെങ്ങനെയാ ചേരുന്നേ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങള് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത് ചേര്, ഇനിയിപ്പോ ചേരാൻ പറ്റില്ല, ഇനി അടുത്ത ഒരു ഇത് വരുന്നുണ്ട്, അതിനകത്ത് നിനക്ക് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഈ ഒരു ദൈവേ എന്ന പ്രോജക്റ്റിലൂടെ എനിക്ക് അത് പഠിക്കുവാനും മറ്റുള്ളവർക്ക് അത് ഇൻസ്പയർ ആക്കി കൊടുക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ശശികലയാണ് ഭയങ്കര ഒരു ബാക്ക് ബോൺ ആണ്. എവിടൊക്കെയാണോ തളർന്നു പോയിട്ടുള്ളത് അവിടെ ആന്റി ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു മദർഹുഡ് ഫീലിംഗ് ആയിരുന്നു ആന്റി ഞങ്ങൾക്ക് തന്നത്. അതുപോലെ എല്ലാവിധ ആശംസകളും എക്സൽ മിനിസ്റ്റേഴ്സ് നേരുന്നു. ഇനി നല്ല നല്ല കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുവാനും അവരെ ഞങ്ങളും ചെയ്ത പോലെ തന്നെ അവർ 150 വാക്യങ്ങൾ പഠിക്കാനും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർവഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. താങ്ക് യു മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പഠിച്ച ദൈവജനമൊക്കെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഇനിയും അനേക നല്ല അനുഭവങ്ങളെ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ വിഷൻ ടാസ്കിനെ കുറിച്ച് പറയാനായിട്ട് ജോബി സാറിനെ ക്ഷണിച്ചു.
പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് ദൈവേഡിന്റെ പ്രൊജക്റ്റ് അതിന്റെ കാര്യങ്ങൾ കേൾക്കുവാനും എക്സൽ ദൈവേഡിന്റെ ഭാഗമാകുവാനും കടന്നു വന്നിരിക്കുന്ന ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന് വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അറിയേണ്ടത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതേപോലെ അതാത് ജില്ലകളിലെ ദൈവദാസന്മാരെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും മാതാപിതാക്കളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തി വരികയാണ്. അതിന്റെ ഒരു മീറ്റിംഗ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. പല ആളുകൾക്കും വ്യത്യസ്തമായ മീറ്റിങ്ങുകൾ, അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന നമുക്ക് വ്യക്തമായ ഒരു ദർശനവും ദൈവേഡിനെ കുറിച്ചുള്ള അറിവും ലഭിക്കും എന്നതിന് സംശയമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, സഭകൾക്ക്, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഏരിയയിൽ അത് വളരെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകും. നിങ്ങൾ കോട്ടയം ജില്ലയിലെ ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തതെന്ന് അറിയാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്താൽ സന്തോഷമായിരുന്നു. അതിന് നിങ്ങൾ ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തതെന്ന് അറിയാനായിട്ട് സാധിക്കും. കോട്ടയം ജില്ലയിലെ ഒട്ടേറെ മനോഹരമായ ഒരു സ്ഥലമാണ്. 4 മണിക്കാറ്റടക്കമുള്ള മനോഹരമായ സ്ഥലമാണ് കോട്ടയം ജില്ല. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഏതൊക്കെ ഭാഗത്താനത്തു നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജോയിൻ ചെയ്തേക്കുന്നത്, അതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്ത സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്താൽ വളരെ സന്തോഷമായിരുന്നു. കുറച്ച് ടൈപ്പ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ, സൗകര്യപ്പെടുന്ന സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റ് മണി പ്രേമകളിലൂടെ നമുക്ക് കേൾക്കുകയുണ്ടായി. നല്ലൊരു ആരാധന ദൈവം നമുക്ക് നൽകി. ഞാൻ 1-2 മിനിറ്റിനുള്ളിൽ ദൈവേഡ് പ്രൊജക്റ്റിലേക്ക് എന്തുകൊണ്ട് നമ്മൾ ഭാഗമാകണം എന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരു ഭവനത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു ലീഡറാണ്. നമ്മളെല്ലാവരും ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധാരണ കാര്യമല്ല. ഒരു വീട്ടമ്മയായിരിക്കാം, ചർച്ചിലെ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരായിരിക്കാം, സൺഡേ സ്കൂൾ അധ്യാപകരായിരിക്കാം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ദൈവത്താൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദൈവേഡിന്റെയും ഒരു പ്രൊജക്റ്റിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ നമ്മൾ ഒരു ലീഡറായി മാറുകയാണ്. അപ്പോൾ നിശ്ചയമായും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്താൻ നിങ്ങൾക്ക് ഈ ദൈവേഡ് പ്രൊജക്റ്റ് സഹായിക്കും. എനിക്ക് വന്ന 1-2 ഫോൺ കോളുകൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചത് വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ, കൊച്ചുകുട്ടിയല്ല, വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞുള്ള മനുഷ്യൻ, സാമ്പത്തികമായ ബാധ്യത മൂലം തൃശ്ശൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം വീട് വിട്ടിറങ്ങിപ്പോയി. അദ്ദേഹം വീട് വിട്ടിറങ്ങിപ്പോയിട്ട് ഇപ്പൊ 3 ദിവസങ്ങൾ കഴിഞ്ഞു. വീട് വിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് സംഭവിച്ച ഒരു കാര്യം, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്ത് പോവുകയാണ്. ലക്ഷ്യം അറിയത്തില്ല. ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിച്ചാണ് അദ്ദേഹം യാത്ര ചെയ്ത് പോകുന്നത്. ആരോ പറഞ്ഞതനുസരിച്ച് ജോലി തേടി അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി. വളരെ അസ്വസ്ഥതയോടെ ഫോണിൽ പരതുന്നു. പല പല കാര്യങ്ങൾ അസ്വസ്ഥമായിട്ടിരിക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, എന്തു പറ്റി സഹോദര, എനിക്ക് താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കട്ടെ. അപ്പൊ അദ്ദേഹം ഈ അസ്വസ്ഥനായിരുന്ന യൗവനക്കാരനോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, ജോലി തേടി പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഈ ഇരുന്ന ആള് ഒരു ആയുർവേദ ഡോക്ടറാണ്, ഒപ്പം ഒരു ഇവാഞ്ചലിസ്റ്റ് കൂടെയാണ്. തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാ. തമിഴിൽ തന്നെ അദ്ദേഹത്തോട് അറിയാവുന്ന രീതിയിൽ മലയാളവും തമിഴും ഒക്കെ കൂടെ കൂട്ടിക്കലർത്തി അദ്ദേഹത്തോട് സംസാരിച്ചു വരവേ ആ ട്രെയിൻ യാത്രയിൽ വെച്ച യേശുവിനെ അദ്ദേഹം രക്ഷകനായി സ്വീകരിച്ചു. ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മനുഷ്യനാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങളോടെ വീട് വിട്ടിറങ്ങി പോകുന്ന ഒരു മനുഷ്യൻ ദൈവവചനം കേട്ടപ്പോ കർത്താവിന് വേണ്ടി അദ്ദേഹം ഹൃദയം സമർപ്പിച്ചു. എന്താണെന്ന് അറിയത്തില്ല. ആ യാത്രക്കിടയിൽ കണ്ണുനീരോടെ കർത്താവിനെ സമർപ്പിച്ച അദ്ദേഹത്തിന് ഒരു വേദപുസ്തകം, തൻ്റെ ഒരു വേദപുസ്തകം ഈ ആയുർവേദ ഡോക്ടർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോകുന്ന ഈ ജോലിയുടെ കാര്യം നടക്കും, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചർച്ചുമായി ബന്ധപ്പെടാൻ, ദൈവവചനം കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ശ്രമം നടത്തണം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ആരെയെങ്കിലും ദൈവദാസന്മാരുടെ നമ്പർ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജോലിക്ക് ഇന്റർവ്യൂവിനായി കടന്നുപോയി. ഇന്റർവ്യൂ പാസ്സായി. അദ്ദേഹം ഓർത്തു, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ആ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ താമസിക്കാനുള്ള സൗകര്യം, കാരണം 27-ാം തീയതിയാണ് അദ്ദേഹത്തിന്, അടുത്ത 27-ാം തീയതിയാണ് ജോലിക്ക് കയറാൻ പറ്റുന്നത്. തിരികെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം ചെയ്ത കാര്യം, അവിടെ ബംഗാളികൾ താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുക. അവിടെ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം 1 ദിവസം 2 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് അദ്ദേഹം ആ വീട്ടിൽ നിന്ന്, ഇന്നലെ രാത്രി ആ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്ത് കിടന്നു.
അപ്പോൾ അങ്ങനെ അദ്ദേഹം ചിന്തിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം ആയുർവേദ ഡോക്ടർ പറഞ്ഞ കാര്യം ഓർത്തത്. ആരെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ പരതിയപ്പോൾ ഞാനിട്ട ഒരു സന്ദേശം അദ്ദേഹം കണ്ടു. എൻ്റെ ഫോൺ നമ്പറിൽ അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇത് പറയാൻ കാരണം, വീട് വിട്ടിറങ്ങിപ്പോയൊരു മനുഷ്യനെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആത്മഹത്യ പോലും ഞാൻ ചിന്തിച്ചു. കാരണം എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരങ്ങൾ ആരും എന്നെ വിളിക്കുന്നില്ല കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. എന്നെ അന്വേഷിക്കുന്ന പോലും ഇല്ല. പക്ഷേ ഒരു ദൈവദാസൻ പങ്കുവെച്ച വചനമാണ് അദ്ദേഹത്തെ ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയത്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന 150 വചനങ്ങൾ അവർ പഠിച്ച് പറഞ്ഞ് ഫസ്റ്റ് നേടുക, അല്ലെങ്കിൽ വലിയ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അല്ല നമ്മളിത് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ തലമുറയായിട്ട് ഈ വചനം കൈമാറ്റപ്പെടും. ആ വചനം അവരുടെ ജീവിതത്തിൽ കൂരിരു താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴും ആ വചനം അവർക്കൊരു അനുഗ്രഹമായി തീരും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങൾ ചിലപ്പോൾ 150 വചനവും ചില കുഞ്ഞുങ്ങൾ കാണാതെ പറയാൻ പറ്റിയില്ലെന്ന് വരും. എന്നാൽ ആ 150 വചനങ്ങൾ പഠിക്കുന്ന ഈ പ്രോസസ്സിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് മെന്ററിങ്ങോടെ ലഭിക്കുകയാണ്. ഒരു മാതാവ് എന്ന രീതിയിൽ, ഒരു സൺഡേ സ്കൂൾ ടീച്ചർ എന്ന രീതിയിൽ അവർ മെന്റർ ചെയ്യാൻ ദൈവവേഡ് അവർക്ക് ഒരു മെന്ററെ നൽകുന്നു. ആ മെന്റർ ഇല്ലാത്തതിന്റെ ഒരു കാരണം, മറ്റൊരു ഫോൺ കോളിന്റെ ഒരു കാര്യം പറയും. ഇന്ന് വൈകുന്നേരമായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം ഇടുക്കി ജില്ലക്കാരനാണ്. എന്നാൽ ട്രിവാൻഡ്രത്ത് അദ്ദേഹം ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്യുന്ന ആ വ്യക്തി നേരത്തെ അദ്ദേഹം വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഞാൻ മദ്യത്തിനും മറ്റിതര ദുശ്ശീലങ്ങൾക്കും അടിമയായി പോയി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: എന്നെ നയിക്കാൻ, എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ലാതെ പോയി, അതുകൊണ്ട് മോശം കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ, അവരെ ആ തക്ക സമയത്ത്, ഇന്നലെ രാത്രിയിൽ എന്നെ ഫോൺ ചെയ്ത ഒരു കുടുംബം പുനലൂരിൽ നിന്നാണ്. നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ വായിച്ചു കാണും. ഞാൻ ആ വാർത്ത അത്ര ശ്രദ്ധിച്ചില്ല. ഇന്നലെ അത് പുനലൂരിൽ നിന്ന് വിളിച്ച ആ മാതാവും പിതാവും കൂടെ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, 14 ദിവസങ്ങൾക്ക് മുൻപ് 17 വയസ്സുള്ള കുഞ്ഞി ഫെബ്രുവരി 3-ഓ 4-ആം തീയതിയോ സൂയിസൈഡ് ചെയ്തു. 17 വയസ്സേ. ആ മോൻ ഒറ്റയ്ക്ക് ഇടുന്ന സമയത്ത് എന്താണ് കാരണം എന്ന് പോലും അവർക്കറിയത്തില്ല. അവര് സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കും, ഞങ്ങൾ ഇനി എന്തിനാ ജീവിക്കുന്നത്? അവരെ ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ധൈര്യപ്പെടുത്താനും സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മെന്ററിങ് ഇല്ലെങ്കിൽ, തക്ക സമയത്ത് ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. നിശ്ചയമായും ദൈവവേഡ് പ്രൊജക്റ്റിലൂടെ തക്കതായ വചനം ലഭിക്കുകയും ഒരു കരുതൽ ലഭിക്കുകയും വീട്ടിൽ ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണനയോ കൈത്താങ്ങലോ ഒരു ഗൈഡൻസോ കിട്ടാതെ വരാം. ചിലപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് സഭയിൽ ഒരു അവസരം കിട്ടാതെ വരാം. പക്ഷെ ദൈവവേഡിലൂടെ വ്യത്യസ്തമായ അവസരങ്ങൾ കിട്ടുകയും ദൈവവേഡിലൂടെയും അവർക്ക് വിവിധമായ അവസരങ്ങൾ കിട്ടുകയും ഒരു മെന്റർ എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന അവസ്ഥയിൽ, ഒരു മാതാവ് എന്ന രീതിയിൽ, കൂട്ടുകാരൻ എന്ന രീതിയിൽ മെന്റർമാർ അവരോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിത്വ വികാസനത്തിനും ആത്മീകമായ പക്വതയിലേക്കും വളർച്ചയിലേക്കും അവരെ നടത്തുവാനായിട്ട് ഇടവരും. നിശ്ചയമായിട്ടും കോട്ടയം ജില്ലയ്ക്ക് ഇതൊരു അനുഗ്രഹമായി തീരും. കോട്ടയം ജില്ലയിലെ നിരവധി ദൈവദാസന്മാർ, ദൈവമക്കൾ, സഭകളെ നമുക്ക് അറിയിച്ച് ഇത് മുന്നോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ചിന്തിക്കും, കോട്ടയം ജില്ലയുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഇത്രയും വലിയ ഒരു വാസ്റ്റായ ഒരു ഏരിയയിൽ മീറ്റിംഗ് വെച്ചിട്ട് ഇത്രയും പേരെ ഉള്ളോ എന്ന് ചിന്തിക്കും. പക്ഷേ നിങ്ങൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഈ മഹാനിയോഗവുമായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ മഹാനിയോഗം കേൾക്കാൻ, ഭൂലോകമെമ്പാടും സുവിശേഷം പറയാൻ നിങ്ങൾ പോകുക എന്ന് പറയുമ്പോൾ കേൾക്കാൻ 12 പേരെ, അല്ലെങ്കിൽ വളരെ വിരലിലെണ്ണാവുന്നവരെ ഉണ്ടായിരുന്നു. അവർ മതിയായിരുന്നു ഭൂമിയെ കീഴ്മേൽ മറിക്കാനായിട്ട്. ഒട്ടേറെ ആളുകൾ കൂടുക എന്നുള്ളതല്ല. നമുക്കറിയാം, സാധാരണ നമ്മൾ പറയുമല്ലോ, ആള് കൂടിക്കഴിഞ്ഞാൽ പാമ്പ് യാവത്തില്ല എന്ന് പറയും. ഒട്ടേറെ ആളുകൾ കൂടുന്നതിലല്ല, കൂടുന്ന ആളുകൾ ആ ദർശനത്തോടെ, വിഷനോടെ, തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് കോട്ടയം ജില്ലയെ നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. കോട്ടയം ജില്ലയിൽ നമ്മൾ കത്തിക്കുന്ന ഒരു മെഴുകുതിരി, നമ്മൾ കൊടുക്കുന്ന ഒരു വചനത്തിന്റെ വെളിച്ചം അനേകരിലേക്ക് അത് കൊടുക്കാൻ കഴിയും. നിങ്ങളൊരു സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കാം, അധ്യാപികയായിരിക്കാം, നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, ദൈവ വേലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. നിശ്ചയമായിട്ടും ഇത് നല്ലൊരു സമയമാണ്, നല്ലൊരു അവസരമാണിത്. ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാൻ, സഭയിലെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാൻ, മറ്റു സഭകളെ ഇത് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ്. എക്സൽ മിനിസ്ട്രീസിന് ചർച്ച് പ്രവർത്തനമില്ല. ചർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എക്സൽ മിനിസ്ട്രിക്ക് ഉള്ളത്. ചർച്ചുകളെ ആത്മീയമായി, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ ആത്മീയമായി ഉയർത്തുക, അതിനാവശ്യമായ പ്രൊജക്റ്റാണ് എക്സൽ മിനിസ്ട്രിക്ക് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവർ ദൈവവേഡിനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ അവധിക്കാലത്ത് ഒരു VBS പ്രൊജക്ട് നിങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാർച്ച് മാസം 14-ാം തീയതി 2ാം ശനിയാഴ്ച ഫിലദൽഫിയ കഞ്ഞിക്കുഴി ചർച്ചിൽ വെച്ച് ടീച്ചേഴ്സിനും മാതാപിതാക്കൾക്കും പ്രയോജനപ്പെടുന്ന ഒരു VBS ട്രെയിനിങ് പ്രോഗ്രാം
എക്സൽ ടീം തന്നെ നടത്തുന്നു. അതിലും നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. മാർച്ച് മാസം 14-ാം തീയതി. അപ്പോൾ ഈ ദൈവേഡ് പ്രൊജക്റ്റിൽ ഭാഗമാകാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാം. ഇനിയും ഒരു മെന്ററിംഗ് ഇല്ലാത്തതിന്റെ പേരിൽ ലക്ഷ്യം നഷ്ടപ്പെട്ട യൗവനക്കാരുണ്ടാകാതെ പോകട്ടെ. സഭയുടെ കൂടെ നിൽക്കുന്ന, ദൈവദാസന്മാരുടെ കൂടെ നിൽക്കുന്ന, മാതാപിതാക്കളുടെ കൂടെ നിൽക്കുന്ന ഒരുപറ്റം യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് ദൈവേഡ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തുടർന്ന് ദൈവേഡ് എങ്ങനെയാ ചെയ്യുന്നത്, അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ഈ ദൈവേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ഈ ദൈവേഡ് നമുക്ക് ചർച്ചിൽ കുട്ടികൾക്ക് വീടുകളിൽ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റും, നിശ്ചയമായിട്ടും സഹോദരിമാരത് പങ്കുവെച്ചു തരും. ഇന്നത്തെ മീറ്റിംഗിൽ ശുശ്രൂഷയുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് അനിൽസാറിന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അനിൽസാർ വീണ്ടും നമ്മളുമായി സംസാരിക്കുകയും മറ്റൊരവസരത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യും. തുടർന്ന് കോട്ടയം ജില്ലയുടെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് മുന്നേറുകയും ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സാറേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ നല്ല വാക്കുകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സാർ എന്താണ് ദൈവേടെന്നും നമ്മളോട് പറഞ്ഞു, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളോട് പങ്കുവെക്കാനായിട്ട് സിസ്റ്റർ അനു നമ്മളോട് കൂടെയുണ്ട്. സിസ്റ്റർ പ്രൈസ് ദി ലോർഡ്. കോട്ടയം ജില്ലയിലുള്ള എല്ലാ ദൈവദാസന്മാർ, ജോബി സാർ, നമ്മുടെ മെന്റേഴ്സ്, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അനിൽ സാറിന്റെ ആബ്സെൻസിലാണ് ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3 വർഷത്തിന് മുമ്പ് അനിൽ സാറിന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ദർശനത്തിന്റെ മറുപടി എന്നോണമാണ് ഈ ദൈവേഡ് പ്രോജക്റ്റ് രൂപീകൃതമായത്. നമ്മുടെ യങ് ജനറേഷനെ അവരുടെ ഏറ്റവും ചെറിയ പ്രായം മുതൽ ദൈവവചനം വളരെ ചിട്ടയോടെ പഠിപ്പിക്കുവാനും അവരെ യൂത്ത് ലെവലിൽ എത്തുമ്പോഴേക്കും ദൈവവചനത്തിന്റെ വക്താക്കളാകുക എന്നുള്ളൊരു വിഷനാണ് നമുക്കുള്ളത്. അതിന് പ്രകാരം ഇപ്പോൾ 3 വർഷമായി നമ്മുടെ ഈ പ്രോജക്റ്റ് ആരംഭിച്ചിട്ട് ഇപ്പോൾ അത് UK, അയർലൻഡ്, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് എല്ലാ രാജ്യത്തും അത് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പ്രോജക്റ്റ് എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അതിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇതൊരു മെമ്മറി വേഴ്സ് ചാലഞ്ച് ആണ്. അതായത് 150 ദിവസങ്ങൾ കൊണ്ട് 150 ബൈബിൾ വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുക. ഒരു ദിവസം ഒരു ബൈബിൾ വാക്യം വെച്ചിട്ട് 150 ദിവസങ്ങൾ കൊണ്ട് 150 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ കാണാതെ പഠിക്കുക. അതാണ് ദൈവേഡ് മെമ്മറി വേഴ്സ് ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്ചർ മെമ്മറൈസേഷൻ. ഫസ്റ്റ് തന്നെ സ്ക്രിപ്ചർ മെമ്മറൈസേഷൻ ആണ്. സ്പിരിച്വൽ ഗ്രോത്ത്, ഇവന്റ്സ് ആൻഡ് ഫെലോഷിപ്പ് അതിനോടുകൂടെ നടക്കും. റിവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ നമ്മൾ അതിനോടുകൂടെ കൊടുക്കുന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ബിഗിനർ ഗ്രൂപ്പ്, ജൂനിയർ ഗ്രൂപ്പ്, സീനിയർ ഗ്രൂപ്പ്. ബിഗിനർ ഗ്രൂപ്പിന്റെ പ്രായപരിധി 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയും ജൂനിയർ ഗ്രൂപ്പിന്റെ 8 മുതൽ 12 വയസ്സ് വരെയാണ്. സീനിയർ ഗ്രൂപ്പിന്റെ 13 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ളവരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പം ഇതുവരെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമായിരുന്നു ഈ ചാലഞ്ച് ഉണ്ടായിരുന്നത്. എന്നാൽ നെക്സ്റ്റ് ഏപ്രിൽ മുതൽ നമ്മൾ നെക്സ്റ്റ് സീസൺ ആരംഭിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ 6 ഭാഷകളിലായിട്ടാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ 3 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചിട്ട് ഈ ബിഗിനർ ഗ്രൂപ്പിനെ തന്നെ വീണ്ടും നമ്മൾ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ 10 കുഞ്ഞുങ്ങൾക്കും ഒരു മെന്റർ എന്ന നിലയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അസൈൻ ചെയ്ത് കൊടുക്കും. ഒരു മെന്ററിന്റെ അണ്ടറിലായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കുന്നത്. എല്ലാ ദിവസവും മെമ്മറി വേഴ്സ് നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യും. അവരവരുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. കുഞ്ഞുങ്ങൾ, ആ ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ ആ ദൈവവചനം പഠിച്ച് ആ ദിവസം തീരുന്നതിന് മുമ്പായി ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അവർക്ക് ആ ഗ്രൂപ്പിൽ അവർ പഠിച്ച കാര്യങ്ങൾ, പഠിച്ച ആ വാക്യം റെഫറൻസ് സഹിതം പറയാവുന്നതാണ്. അങ്ങനെയാണ് ഓരോ ദിവസവും പറയും. ഇൻ കേസ് അവർക്ക് പറയാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ മെന്റേഴ്സ് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ 12 ലെവലിലായിട്ടാണ് ഈ കോമ്പറ്റീഷൻ ഈ ചാലഞ്ച് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ലെവൽ ന്യൂ കമർ, സ്റ്റാർട്ടർ, റുക്കി, അങ്ങനെ 12 ലെവൽ. അതായത് ഒരു ലെവലില് 14 വാക്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ 14 വാക്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഈ 14 വാക്യങ്ങളും പഠിച്ചതിന് ശേഷം ആ 14 വാക്യവും ഒരുമിച്ച് അവർ റിസൈറ്റ് ചെയ്ത്
ഒന്നുകിൽ അവരുടെ പാരന്റ്സിനെയോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ മെന്റേഴ്സിനെയോ അവർ കേൾപ്പിക്കുക. അങ്ങനെ കേൾപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ മെന്റേഴ്സ് നമ്മളോട് അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെവലിന്റെ സർട്ടിഫിക്കറ്റ്സ് അവർക്ക് നമ്മൾ നൽകുന്നതാണ്. ന്യൂ കമ്മർ എന്നൊരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അവർക്ക് കൊടുക്കും. അടുത്തത് വീണ്ടും നമ്മൾ അടുത്ത 15-16 വാക്യങ്ങളിൽ നമ്മൾ വീണ്ടും തുടങ്ങും. അങ്ങനെ 28 വാക്യമാകുമ്പം നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ കടന്നു വരും. നെക്സ്റ്റ് ലെവലിൽ അങ്ങനെ 28 വാക്യം ഒരുമിച്ച് റിസൈറ്റ് ചെയ്യുക. അങ്ങനെ റിസൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ലെവൽ സ്റ്റാർട്ടർ എന്നൊരു ലെവലിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും. അങ്ങനെ പറഞ്ഞ് 11ാമത്തെ ലെവൽ എത്തുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ 150 വാക്യങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കും. നമ്മൾ ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ 150 വാക്യങ്ങളും കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കും. 12ാമത്തെ ലെവലാണ് ലെജൻഡ് ലെവൽ. അത് നമ്മളൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഒന്നുകിൽ ഫേസ് ടു ഫേസ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തും, അല്ലാന്നുണ്ടെങ്കിൽ സൂമിൽ വെച്ച് നമ്മുടെ എക്സൽ മിനിസ്ട്രീസിന്റെ ലീഡേഴ്സും നമ്മുടെ മെന്റേഴ്സും എല്ലാം കൂടി നിന്ന് സൂമിൽ അതിന്റെ കോമ്പറ്റീഷൻ നടത്തുകയും റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് കുഞ്ഞുങ്ങളോട് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ അതിൽ വിജയികളായിരിക്കുന്നവർക്ക് നമ്മൾ ആ ലെജൻഡ് എന്നൊരു പൊസിഷനിലേക്ക് അവരെത്തുകയും ചെയ്യും. അവർക്ക് വേണ്ടുന്ന അവാർഡ്സ് ഒക്കെ എക്സൽ മിനിസ്ട്രീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നീട് ഈ പ്രോഗ്രാം നടക്കുന്ന ഓരോ മാസങ്ങളിലും നമ്മൾ അവർക്കുള്ള സെമിനാർസും ഈവൻസും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു നല്ലൊരു ഇൻസൈറ്റ് കിട്ടുക, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അവർക്ക് ഉണ്ടാകുക, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓരോ മാസവും നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ചിൽഡ്രൻ സെമിനാർ നടക്കും, പാരന്റ്സിനുള്ള സെമിനാർ നടക്കുന്നുണ്ട്, കൗൺസിലിംഗ് സെക്ഷനുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഓരോ മാസവും നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകമായി മെന്റേഴ്സിനെ അറിയിക്കുകയും മെന്റേഴ്സ് അത് മനസ്സിലാക്കുകയും നമ്മൾ അവർക്ക് മാത്രമായിട്ട് കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മുടെ സീസൺ 1-ലും 2-ലും ഒക്കെ ലെജൻഡായ കുഞ്ഞുങ്ങളുടെ ടെസ്റ്റിമണീസ് ആണ്. ഇത്രയാണ് നമ്മുടെ ദൈ വേർഡ് എന്ന പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ദൈ വേർഡ് പ്രോജക്റ്റില് 150 വാക്യങ്ങളും പറഞ്ഞ് ലെജൻഡായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രോജക്റ്റ് ആണ് ദൈ വേ പ്രോജക്റ്റ്. ഈ ദൈ വേ പ്രോജക്റ്റിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ പറ്റത്തില്ല. ദൈ വേ പ്രോജക്റ്റില് ദൈ വേർഡിൽ 150 ദിവസങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് വാക്യം പറഞ്ഞ കുഞ്ഞുങ്ങൾക്കും ലെജൻഡായ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രവേശനമുള്ളൂ. അപ്പൊ ഈ ദൈവേ എന്ന് പറഞ്ഞാല് ഇതൊരു 15-year ഡെയിലി മെന്റർഷിപ്പ് ആൻഡ് എൻഗേജ്മെന്റ് പ്രോഗ്രാം ഫോർ ചിൽഡ്രൻസ് ആൻഡ് ടീൻസ് ആണ്. 15 വർഷത്തേക്കാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. 5-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്താൽ 20ാമത്തെ വയസ്സിൽ വരെ അവർക്ക് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഫൈനൽ നമ്മളൊരു ഗ്രാജുവേഷൻ സെറമണി ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഡിസൈപ്പിൾഷിപ്പ് പ്രോജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇതിന്റെ നീഡ്സ് നമുക്കറിയാം. ഒരു ഡിസൈപ്പിൾഷിപ്പ് പ്രോജക്റ്റിന്റെ ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലുതാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെയധികം ഡിസ്ട്രാക്ഷൻസും വളരെയധികം പ്രഷറിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരുടെ ഫെയ്ത്തിൽ എന്താണ് നമ്മൾ അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ അവർ വിശ്വസിക്കുന്ന ആ ഫെയ്ത്ത് അവരിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പൊ അവരുടെ ഫെയ്ത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്തുക എന്ന ഉദ്ദേശമാണ് നമുക്ക് ഈ ഡിസൈപ്പിൾഷിപ്പ് പ്രോജക്റ്റിൽ കൂടി നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് സ്പിരിച്വൽ ഗ്രോത്ത്, അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലും ഒരു 5 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സീഡ് ലെവൽ, റൂട്ട് ലെവൽ, ബ്രാഞ്ച് ലെവൽ, ബ്ലൂം ലെവൽ, ഫ്രൂട്ട് ലെവൽ. സീഡ് ലെവല് 5 തൊട്ട് 7 വയസ്സ് വരെയും, റൂട്ട് ലെവല് 8 തൊട്ട് 10 വയസ്സ് വരെയും, ബ്രാഞ്ച് ലെവല് 11 തൊട്ട് 13 വയസ്സ് വരെയും, ബ്ലൂം ലെവല് 14 തൊട്ട് 16, ഫ്രൂട്ട് ലെവല് 17 തൊട്ട് 20 വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ഗ്രൂപ്പിലും അതിൻ്റെതായ കാര്യം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി പറയാം. ഡെയിലി റുട്ടീന്, അതായത് 20 to 30 മിനിറ്റ്സ് കമ്മിറ്റ്മെന്റ് ആണ് കുഞ്ഞുങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതായത് ഒരു അരമണിക്കൂർ കുഞ്ഞുങ്ങൾ ദൈവവചനവുമായിട്ടിരിക്കുക. നമ്മൾ മുമ്പേ ദൈവേഡിൽ കണ്ടത് കുഞ്ഞുങ്ങൾ വാക്യം കാണാതെ പഠിക്കുമായിരുന്നു. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഒരു പോർഷൻസ് അവർക്ക് കൊടുക്കും. വായിക്കാനായിട്ട് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കൊടുക്കുന്നത്. വളരെ അതിന്റെ പുറകിൽ ഒത്തിരി ടീം വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒത്തിരി പ്രാർത്ഥിച്ചും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കിൽ നിന്ന് ഒരു 15 വാക്യങ്ങൾ, മാക്സിമം ഒരു 15 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. ബൈബിൾ റീഡിങ്, ഡെയിലി പാസേജ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് കൊടുക്കും. 10 മിനിറ്റ് കുഞ്ഞുങ്ങൾ അത് ബൈബിൾ റീഡ് ചെയ്യുക. എന്നിട്ട് റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ജേർണലിംഗ് ചെയ്യണം. അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ
നമ്മൾ ഒരു ജേർണൽ ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിക്ചറാണ് അവിടെ കാണുന്നത്. അതിനനുസരിച്ച് വേണം ഒരു ജേർണലിംഗ് ചെയ്യാനായിട്ട്. അതായത് മൈ ലേണിംഗ് എന്താണ് അവർക്ക് അതിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ അത് അവർ ആദ്യം എഴുതണം. പിന്നീട് അവരുടെ ലൈഫ് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് എഴുതണം. അത് വായിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് എഴുതാവുന്നതാണ്. ഒരു മെമ്മറി വേഴ്സും അതിൻ്റെ അകത്ത് കാണും. പിന്നെ മൈ റെസ്പോൺസ് ടു ഗോഡ്. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ആ വായിച്ച പോർഷനിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജേർണലിംഗ് ചെയ്യണം. എന്നിട്ട് ഈ ജേർണൽ ഇവരെ നമ്മൾ ഒരു മെന്ററിന്റെ കീഴിലായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ഇവര് ഡെയിലി നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ റീഡിംഗ് പോർഷൻ പോസ്റ്റ് ചെയ്യും. പിന്നെ ഒരു എക്സ്ട്രാ റീഡിംഗ് നമ്മൾ സ്റ്റോറീസോ മിഷണറി സ്റ്റോറീസോ അതും പോസ്റ്റ് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങൾ ഇതുപോലെ തന്നെ അത് വായിച്ച് ജേർണലിംഗ് ചെയ്തിട്ട് നമ്മുടെ മെന്റേഴ്സിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് മെന്റേഴ്സ് അത് റീഡ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ സ്പിരിച്വൽ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ്. പിന്നീട് ഒരു 10 മിനിറ്റ് പ്രെയർ ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തം 30 മിനിറ്റ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. 10 മിനിറ്റ് ബൈബിൾ റീഡ് ചെയ്യണം, 10 മിനിറ്റ് ജേർണലിംഗ് ചെയ്യണം, പ്രെയർ ഉണ്ട്. പിന്നെ ഫ്രൈഡേ നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും കൊടുക്കാറുണ്ട്. ഈ വായിച്ച പോർഷനിൽ നിന്ന് ബൈബിൾ ക്വിസുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അല്ലാതെ പസിൽസ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഓരോ മെന്റേഴ്സും നടത്തുന്നുണ്ട്. ഇതിന്റെ വീക്ക്ലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ. സാറ്റർഡേ ആൻഡ് സൺഡേ നമ്മൾ ഓഫ് കൊടുക്കുകയാണ്. ഓഫ് കൊടുത്തെങ്കിൽ പോലും സാറ്റർഡേ അവർ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ അവർക്ക് ജേർണലിംഗ് ചെയ്യാം. അതുപോലെ സൺഡേ അന്ന് കേട്ട പ്രസംഗം, ദൈവ ആരാധനയ്ക്ക് കേട്ട പ്രസംഗങ്ങള്, പ്രബോധനങ്ങള്, അതിൽ നിന്ന് അവർക്ക് കാര്യങ്ങൾ അവർക്ക് ജേർണലിംഗ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു മെന്റർഷിപ്പിന്റെ കീഴിലുള്ള പ്രോഗ്രാം ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് റോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് നമുക്ക് പാരന്റ്സിന് ഒരു വലിയ റോളുണ്ട്. അവർക്കൊരു റുട്ടീൻ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ജേർണലിങ്ങിന് പലപ്പോഴും കുഞ്ഞുങ്ങൾ മടിയൊക്കെ പറയും. പക്ഷെ അവരത് ട്രാക്കിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് തന്നെ ആയിക്കോളും. ആ ട്രാക്കിലാവുന്നിടം വരെ അവരെ എൻകറേജ് ചെയ്യുക. ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാം. അതുപോലെ തന്നെ ചർച്ചിന് നല്ലൊരു റോളുണ്ട്. മെന്റേഴ്സിന് നല്ല ഇമ്പോർട്ടന്റ് റോളാണ്. അവരുമായിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സ്പിരിച്വൽ ഗൈഡൻസ് നൽകുക, അവരുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക, അങ്ങനെ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രെയർ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ റോൾസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ദൈവേ പ്രോജക്റ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2 പ്രോജക്റ്റുകളാണ് ഞാനിവിടെ കാണിച്ചത്, ദൈവേർഡും ദൈവേ പ്രോജക്റ്റും. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. കോട്ടയം ജില്ലയിലുള്ള എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അതുപോലെ മെന്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാനും മീഡിയയിൽ അഡ്മിനായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അനു സിസ്റ്ററെ. വളരെ വിശദമായി തന്നെ ദൈവയുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറയുവാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്ന് നമ്മൾ ഒരു ടെസ്റ്റ് മണി കേൾക്കാൻ പോവുകയാണ്. പ്രിയ ജോബി സാറും അനു സിസ്റ്ററൊക്കെ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു മെന്റർ ആവശ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മെന്റർ ചെയ്ത ഒരു സിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയ സിസ്റ്റർ അതിനായിട്ട് ക്ഷണിക്കുന്നു. സിസ്റ്റർ ദേവിയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി വൈകിയ സമയം ദൈവയുടെ എക്സൽ മീഡിയയോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി ഈ വലിയ ഭാഗ്യത്തിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം നിക്കോവിലുള്ള ദൈവേർഡ് മെമ്മറി വേഴ്സ് ചലഞ്ചില് ഒരു മെന്റർ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ സാവകാശത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ ലൈഫിൽ കിട്ടിയ ഒരു അൺഎക്സ്പെക്ടഡ് ടൈമിലാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ടൈമിങ്ങിലല്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ചലഞ്ചസും എന്റെ പേഴ്സണൽ ലൈഫിലും ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇതിന്റെ ഇംഗ്ലീഷിന്റെ മെയിൻ മെന്ററായിട്ടും കൂടെ വർക്ക് ചെയ്യുവാൻ ഇടയായി തീർന്നു. ആ സമയമാണ് ഞങ്ങൾക്ക് ചർച്ചിൻ്റെതായ ട്രാൻസ്ഫർ മീറ്റിങ്ങും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യണോ ഇത് ഹാൻഡിൽ ചെയ്യണോ എന്നൊക്കെയുള്ള ഒത്തിരി ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിന്റെ മധ്യത്തിലൊക്കെ വീണു പോകാതെ ദൈവം അവസാനത്തോളം നിർത്തുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ സഹായിക്കുവാൻ ഇടയായി തീർന്നു. ചില സമയങ്ങളിലൊക്കെ ഞാൻ ടൈം മാറിയൊക്കെ വചനം അയക്കേണ്ട സാഹചര്യം, കാരണം അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടും അത് പങ്കെടുപ്പിക്കാനും എല്ലാ കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനൊക്കെ ദൈവം കൃപ ചെയ്യുവാൻ ഇടയായി തീർന്നു. കാരണം ഒരു ആത്മീയ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഒന്നും നമ്മൾ വിട്ടുകൊടുക്കാതെ ഇതൊരു ദൈവിക പ്രവർത്തനമാണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ഉത്തരവാദിത്വത്തോടെ, അത് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടെ നാം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഴമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാം.
എന്ന് ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്ന ഒരു മേഖലയാണ്. കാരണം ഈ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ കാണുകയും ചെയ്യുന്ന ഒരു മെന്റർഷിപ്പ് അല്ല. ആരും കാണാതെ ഒരു റൂമിനകത്ത് തനിച്ചിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാനും അവരെ വചനത്തിലേക്ക് നയിക്കുവാനും നമ്മൾ ഏർപ്പെടുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം മാത്രമാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വലിയ ഫലമൊന്നും കാണുന്നില്ല എങ്കിലും പക്ഷെ ഫ്യൂച്ചറിൽ ഇത് വലിയൊരു എന്താ പറയുക, വലിയൊരു ഗിഫ്റ്റാണ്, വലിയൊരു ഫ്രൂട്ട്സ് ആണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്നത്തെ തലമുറ അനേകര് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക കുഞ്ഞുങ്ങള് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ, അവർക്ക് നാളെ കുറിച്ചുള്ള പ്രതീക്ഷയില്ല. അവര് വിഷമഘട്ടത്തിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം കടന്നു വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ ഒരു അനുഭവം എന്റെ അടുത്ത് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. അവൾക്ക് നല്ലതായിട്ട് ലെജൻഡ് കോമ്പറ്റീഷന് മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അവൾ ആത്മാർത്ഥമായിട്ട് വചനം പഠിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവള് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇരുന്ന് അവള് പഠിക്കും. ക്ലാസ്സിൽ ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന ടൈമിലൊക്കെ അവളിരുന്ന് പഠിക്കുവാൻ ഇടയായി തീരും. അങ്ങനെ ക്ലാസ്സിലിരുന്ന് അവള് ഈ കോമ്പറ്റീഷന് വേണ്ടി ഈ വചനം ഇങ്ങനെ ആഴമായി അവള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ടീച്ചറിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഇതുപോലെ ഒരു കുഞ്ഞിരുന്ന് വചനം പഠിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കുഞ്ഞിന്റെ കയ്യിൽ അവള് ബുക്കിൽ എഴുതി വെച്ചും കൊണ്ടാണ് സ്കൂളിൽ ചെന്നിരുന്ന് അവള് പഠിക്കുവാൻ ഇടയായി. ആ അധ്യാപിക വന്ന് ആ ബുക്കോടെ എടുത്തോണ്ട് പോകുവാൻ ഇടയായി തീർന്നു. അവളോട് പറഞ്ഞു, എന്നിട്ട് താക്കീത് ചെയ്ത ഒരേ ഒരു കാര്യം, നീ ഒരിക്കലും ഈ വചനം പഠിക്കരുത് എന്ന് പറഞ്ഞ് അവളെ താക്കീത് ചെയ്യുവാനായിട്ട് അവള് വളരെ വേദനയോടെ എന്നോട് ഈ കാര്യം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആന്റി എനിക്ക് വിഷമമൊന്നുമില്ല, അവരെടുത്തിട്ട് പോയാലും ബാക്കിയെല്ലാം ഞാൻ കാണാതെ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവര് കൊണ്ടുപോയി അത് വെച്ച് മാനസാന്തരപ്പെടട്ടെ എന്നാണ് അവൾ എന്നോട് പറയുവാൻ ഇടയായി തീർന്നത്. ബിക്കോസ് അവളിൽ തന്നെ ഒരു ചലഞ്ച് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മള് ഒരു ചെറിയ പ്രവർത്തനം എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്, ആ കുഞ്ഞ് തന്നെ ആ വചനം അവരെടുത്തോണ്ട് പോയിട്ട് അവര് രക്ഷയുടെ അനുഭവത്തിൽ വരണമെന്ന് പറയണമെങ്കിൽ ആ വചനത്തിൽ ആ കുഞ്ഞ് എത്രമാത്രം ആശ്രയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും വലുതാണ്. ദൈവരാജ്യത്തിൽ അത് മഹത്തായ കാര്യമാണെന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാണെങ്കിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി തീരും. അതുപോലെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു. കാരണം ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മുടെ കാലിന് ദീപം തന്നെയായിരിക്കണം. നമ്മുടെ പാതയിൽ നമ്മൾ ഇരുണ്ടു കിടക്കുന്ന അവസ്ഥയിൽ ഒരു നല്ലൊരു പ്രകാശമായ ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാൻ നമ്മളാൽ ആവുന്നത് കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ട് പുതുതായിട്ട് കടന്നു വരുന്ന മെന്റേഴ്സും ചിന്തിക്കുക, ദൈവവചനം ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുകയാണെങ്കിൽ അത് അവന്റെ ജീവിതത്തിലെ വലിയൊരു പ്രകാശമായി നിലനിൽക്കുമെന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ മുന്നോട്ട് പോകുവാണ് കൃത്യമായിട്ട് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ ഒരു അനുഭവത്തിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകം കുഞ്ഞുങ്ങളെ ഇനി ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ പ്രിയ സഹോദരി ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പേരൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു ടെസ്റ്റിമണി കൂടെ കേൾക്കാം. അതിനായിട്ട് പാസ്റ്റർ രാജേഷിനെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠമേറിയ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂ ഇന്ത്യ ചർച്ച് പത്രികാ സംഘടനയും അതുപോലെ തന്നെ എക്സൽ മിനിസ്ട്രിയും ചേർന്ന് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാമിൽ എൻ്റെ മകൾ ഹെപ്സിബ ASM പങ്കാളിയാകാൻ ദൈവമായ കർത്താവ് അവസരമൊരുക്കി. പ്രിയ തലമുറയോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ 150 വാക്യം കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവളെ പോലെയുള്ള ഒരാൾക്ക് അത് അത്ര എളുപ്പമാകുന്ന കാര്യമല്ല. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനുവേണ്ടി അവള് അതിൽ പങ്കാളിയാകുകയും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കർത്താവ് ആ വിഷയം അനുഗ്രഹപ്രദമാക്കി തീർത്തു. അതിനുവേണ്ടി അവളെ ട്രെയിനിങ് ചെയ്തെടുപ്പിച്ച ഇതിന്റെ മെന്റർമാരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അവളുടെ പപ്പ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. അവളുടെ ആ പഠനം അവൾക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിത്തീരും എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും ദൈവകൃപയാൽ പ്രാർത്ഥനയുടെ ഫലമായിട്ടും പ്രിയപ്പെട്ടവരുടെ ആ പ്രത്യേകമായിട്ടുള്ള ആ പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ അവൾക്ക് ആ വചനം പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായി. ദൈവകൃപയാൽ അത് അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലും
ഞങ്ങളുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പത്തനാപുരം സെക്ഷനിലുള്ള കരുവാറ്റ ദൈവസഭയുമുള്ള ബന്ധത്തിലും അതൊരു വലിയ പ്രചോദനമായി മാറി. ഞങ്ങൾക്കറിയാവുന്ന പല സഭകളോടും അതുപോലെ തന്നെ പുത്രികാ സംഘടനകളിലുള്ള പ്രിയപ്പെട്ടവരോടൊക്കെ ഞങ്ങൾ ആ വിവരം പറയാനും കാര്യങ്ങളൊക്കെ അറിയിക്കാനും ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വേദി ഒരുക്കിയ ഇതിന്റെ സംഘാടകരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളെ അത് അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ അത് ഏറ്റവും അനുഗ്രഹകരമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. അത് അവർക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന വചനം നാളുകളിൽ അവരുടെ ജീവിതത്തിനകത്ത് ഫലകരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിന് രണ്ട് പക്ഷാന്തരമില്ല. കർത്താവ് അതിന് എല്ലാവിധത്തിലുള്ള കൃപകളും വരങ്ങളും നൽകട്ടെ. പുതിയ ഒരു പ്രോജക്റ്റ് കൂടെ അല്ലെങ്കിൽ പുതിയൊരു പദ്ധതി കൂടെ നമ്മളിപ്പോൾ അതിന് പിന്നിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആമേൻ. അതും ഏറ്റവും അനുഗ്രഹകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ആമേൻ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിനുള്ള സമയമാണ്. അതിനുശേഷം ഇന്ന് നമ്മൾ കേട്ട ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചോദിക്കുവാനുള്ള ഒരു അവസരം വോട്ട് ഓഫ് താങ്ക്സിന് ശേഷമുണ്ട്. അതിനുശേഷം ദേവദാസന്മാർ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. വോട്ട് ഓഫ് താങ്ക്സ് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി നമുക്ക് നടത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ ആദ്യമായിട്ട് നമുക്ക് ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത ഷാൽ സിസ്റ്ററിനെയും ദൈവനാമത്തിലും എക്സൽ തൈവേറിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ച ജോളി സിസ്റ്റർ, വർഷിപ്പ് ചെയ്ത ഏബൽമോൻ, ഇവരെയും ഞാൻ ദൈവനാമത്തിലും എക്സലിന്റെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ വെൽക്കം പറഞ്ഞ ബ്രദർ അലൻ, ചെയർമാൻ അഡ്രസ് പറഞ്ഞ സുജി ആന്റി, ഇവരെയും ഞാൻ ദൈവനാമത്തിലും എക്സൽ തൈവേറിന്റെ പേരിലും നന്ദി പറയുന്നു. എക്സൽ തൈവേർഡിലൂടെ ജീവിതത്തിലുണ്ടായ അനുഭവ സാക്ഷി നമ്മളോട് പറഞ്ഞ ഗിഫ്റ്റ് മോളും, അതുപോലെ മെന്റർ ആയിരിക്കുന്ന രമ്യ സിസ്റ്ററും, പേരന്റ് ആയിരുന്ന പാസ്റ്റർ അജീഷ്, എല്ലാവരെയും ഞാൻ ദൈവനാമത്തിലും അതുപോലെ തന്നെ എക്സൽ തൈവേർഡിന്റെ പേരിലും ഇവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ വിഷൻ 2026 പറ്റിയും അതുപോലെ നമുക്കൊരു ചെറിയ മെസ്സേജ് നൽകിയ ജോബി സാറിനും ഞാൻ ദൈവനാമത്തിലും എക്സൽ തൈവേറിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇന്ന് ഈ സമയത്ത് ഈ മീറ്റിംഗിൽ കടന്നു വന്ന കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന എല്ലാ കർത്തദാസന്മാർക്കും അതുപോലെ തന്നെ വിശ്വാസികളായിരിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നതിന് ഞാൻ അവർക്കും ദൈവനാമത്തിലും എക്സൽ തൈവേറിന്റെ പേരിലും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു റിയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കടന്നു വന്ന ദേവദാസന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമാണ്. ഷാജി പാസ്റ്റർ, പ്രൈസ് ലോർഡ്. ഷാജി പാസ്റ്റർ നമ്മുടെ അടുത്ത ഒരു വെൽവിഷറാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഷാജി പാസ്റ്റർ ഏറ്റവും ലാസ്റ്റ് പ്രാർത്ഥിച്ച ആസ്വാദം പറയണം. ബാക്കി ആർക്കെങ്കിലും? എനിക്ക് അതിനെ കുറിച്ച് എല്ലാം ഒരു ഐഡിയ പൂർണ്ണമായിട്ട് കിട്ടിയില്ല. ഒന്ന് പിന്നീട് ഓർപ്പിച്ചാൽ മതി. പിന്നീട് പറഞ്ഞാൽ മതി. ഉണ്ടായിരുന്നല്ലേ ഈ മീറ്റിംഗിൽ? ഞാൻ താമസിച്ച കയറിയ, ലേറ്റ് ആയിട്ട് കയറിയ. ഓക്കെ. പക്ഷേ മെയിനായിട്ട് നമ്മുടെ 150 ദിവസം കൊണ്ട് 150 വാക്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ ഡീറ്റെയിൽ പാസ്റ്റർക്ക് വിട്ട് തന്നേക്കാമേ. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എന്നാല് പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞിട്ട് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. ഷാജി പാസ്റ്റർ പ്രാർത്ഥിച്ചു. പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എക്സൽ മിനിസ്ട്രിയുടെ കർത്താവെ, ദൈവമെന്നുള്ള ഈ പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവദിനം പഠിച്ച് ദൈവദിനത്തിൽ ഉറച്ച് കർത്താവെ പാറമേൽ
വീട് പണിയുന്ന മനുഷ്യനെ പോലെ ആഴത്തിൽ കുഴിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെ, വചനം ദൈവമായിരുന്നല്ലോ. ആ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞുകൊണ്ടായി നമ്മുടെ ഇടയിൽ പാർത്തല്ലോ. ആ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അത് ഉറയ്ക്കുവാൻ, ദൈവവചനത്തിൽ സ്ഥിരപ്പെടുവാൻ, കർത്താവെ, അത് വെള്ളത്തിനരികെ നട്ടതും ആറ്റിൽ വേരുന്നതുമായ വൃക്ഷം പൊലിരിപ്പാൻ കർത്താവെ അവിടുന്ന് പിന്നെയും സഹായിക്കണമേ. ഉഷ്ണക്കാറ്റ് വന്നാൽ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്ത് വട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും കേട്ടോ. ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത്, ദൈവത്തിൽ ആശ്രയിച്ച്, കർത്താവെ ദൈവത്തിൽ മാത്രം ചേർന്നിരുന്നുകൊണ്ട് ഒരു നല്ല ജീവിതം ചെയ്യുവാൻ ഞങ്ങളുടെ തലമുറ കൃപ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണത്തിൽ നിറഞ്ഞ താവെ, വളരെ താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തെറ്റിപ്പോകുന്ന അതിക്രമങ്ങളും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനന്തരായി പരമാർത്ഥികളായി ദൈവത്തിന് നിഷ്കള മക്കളായി തരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവ്, ഞങ്ങളൊക്കെ ഞങ്ങളുടെ യൗവനകാലത്ത് യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഭാഗ്യം തന്നു. കർത്താവിന് വേലയിലായിരിക്കാൻ ഞങ്ങൾക്ക് ദൈവം അവസരം തന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കർത്താവിന് വേല ചെയ്യുവാൻ ദൈവം കൃപ തന്നു. ഞങ്ങളുടെ പിൻതലമുറയും കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ചർച്ചിലുള്ള ഞങ്ങളുടെ വാസലിലെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ദേശത്തുള്ള കുഞ്ഞുങ്ങളും ദൈവമേ, അനേക കുഞ്ഞുങ്ങൾ യേശുവിന്റെ സാക്ഷികളായി തരുവാൻ, ദൈവനം പഠിക്കുവാൻ, ദൈവനത്തിൽ ഉറയ്ക്കുവാനുള്ള കൃപ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കണമേ. ഈ പ്രോജക്റ്റിനെ കർത്താവെ വർദ്ധിപ്പിക്കണമേ. കേൾക്കുവാൻ്റെ പല കർത്താവെ ചില ഭാഷകളിലേക്ക്, അതായത് 6 ഭാഷകളിലേക്ക് അത് കർത്താവെ അത് വിപുലീകരിക്കുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. ദൈവമായ കർത്താവെ, ഈ വർഷം നടക്കുന്ന BBSന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആ BBS നടത്തുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെഷൻ ലീഡ് ചെയ്തവര്, കർത്താവെ, വിവിധ നിലയില് കാര്യങ്ങൾ അവതരിപ്പിച്ചവര്, അത് പാടിയവര്, ഇവരെല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യും. രാത്രി നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും വിശേഷാല് എക്സൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഈ സെക്ഷന് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രിയാനൽ സാറിനോടും ഇപ്പോഴും ദൈവമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണം. Thank you, Pastor. സിസ്റ്റർ, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചോദിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യും. അനിൽ സാറേ, പ്രൈസ് ദി ലോർഡ്. ജോളിയാണ്, ജോളി ടീച്ചറാ. ടീച്ചറെ പറഞ്ഞോ. നമുക്ക് ഇപ്പൊ പൂനെയിലോ ഭോപ്പാലിലോ ഒക്കെ ഉള്ളവരെ വേണമെങ്കിൽ നമുക്ക് കുട്ടികളെ ആഡ് ചെയ്യാമല്ലോ അല്ലേ? ആഡ് ചെയ്യാം. അവരുടെ ലാംഗ്വേജിൽ നമുക്കുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ യാത്രയിലായതുകൊണ്ടാണ് ഇതിൽ വരാൻ പറ്റാഞ്ഞത്. താങ്ക് യു സോ മച്ച്.